റെക്കോർഡ് ചെയ്യാണ്ട് ലൈവായിട്ട് പോയി. കാരണം റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു, കുറച്ച് തിരക്കായതുകൊണ്ടാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെസറെക്സിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് പേര് വന്ന ഉടനെ തന്നെ എനിക്ക് കമൻറ്റിൽ വന്നിട്ടുണ്ട് അപ്ഡേറ്റ് പറയാൻ പറഞ്ഞിട്ട്. അപ്പം ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നതും നമ്മളൊരു വീഡിയോ ടെലികാസ്റ്റ് ചെയ്തിട്ടുന്നതിനേക്കാളും ഭേദം ഇതാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലൈവായിട്ട് തന്നെ ഇടുന്നത്. അപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ തന്നെ കാണും. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പിന്നെ റെക്കോർഡിംഗ് വീഡിയോ എന്നുള്ള ലെവൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും വെസറെക്സിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. വെസറെക്സിൻ്റെ അടുത്ത മെയിൽ എന്ന് പറയണത് ഇവർ പറഞ്ഞല്ലോ, നമുക്കറിയാം കേസസ് എന്താ സംഭവം നടന്നതെന്നൊക്കെ അറിയാം. ഫോമിലി യൂഷ്വലി എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ് സിറാജ് ബ്രോ നമസ്കാരം. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം വെസറെക്സിൻ്റെ അപ്ഡേറ്റ് പറയാനാണ്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല, റെക്കോർഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലൈവായിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ പറയാം. അപ്പോൾ വെസറെക്സിൻ്റെ മെയിനായിട്ട് ഓക്കെ ബ്രോ, താങ്ക്സ് ഫോർ ദ കൺഫർമേഷൻ. ഹായ് ഹലോ ഹായ് സാഫ് ബ്രോ നമസ്കാരം. ഈ സമയത്ത് ഒരു അൺഈവൻ ടൈമാണ്, 10:30 നമ്മൾ ആക്റ്റീവ് ആയിരിക്കില്ല, പക്ഷെ ആൾക്കാർക്ക് അപ്ഡേറ്റ് അറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നേരത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഞാൻ കുറച്ച് തിരക്ക് കഴിഞ്ഞപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ അപ്ഡേറ്റിന് റെക്കോർഡ് ചെയ്ത് ഇടാമെന്ന് വെച്ചാൽ വീണ്ടും സമയം, അപ്പോൾ ലൈവിനായിട്ട് പോയിട്ട് കാര്യം പറയാമെന്ന് വിചാരിച്ചു. അപ്പം വെസറെക്സിൻ്റെ നമുക്കറിയാം ഓൾറെഡി കഴിഞ്ഞ 13-ാം തീയതി കേസ് ഉണ്ടായ സമയത്ത് ഹായ് ബ്രോ ഓക്കെ താങ്ക്സ്. അതാണ് ഞാൻ, കാരണം ഇത് നിങ്ങൾക്കറിയാം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ് വന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അല്ല നടന്നത്. അതുകൊണ്ടാണ് ഇതിപ്പം സാധാരണ ചെയ്യുന്ന പോലെ റെക്കോർഡിങ് ചെയ്തിട്ടൊന്നും ഇടാണ്ട് ദയവായിട്ട് ലൈവായിട്ട് വന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഡൗട്ടൊക്കെ ക്ലാരിഫൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമുക്കറിയാം 13-ാം തീയതി കേസ് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് പ്രൂഫ് ചോദിച്ചിരുന്നു, സെറ്റായി സെൻമൈ എന്നൊക്കെ കുറേയൊക്കെ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിചാരിക്കേണ്ട ആ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം കേട്ടോ. അപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് പ്രൂഫ് ചോദിച്ചിരുന്നു. ആ പ്രൂഫ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ പ്രൂഫ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വെസറെക്സിൻ്റെ മെയിൽ വരുന്നുണ്ടാവുക എന്ന് പറയുന്നത് അടുത്ത ടിക്കറ്റ് മീൻസ് അടുത്ത ഹിയറിംഗ് എന്നാന്നുള്ളതാണെന്നാണ്. 3-4 ദിവസം മുമ്പ് നമുക്കൊരു മെയിൽ വന്നു. 4-ാം തീയതിയാണ് ഹിയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഇന്നായിരുന്നു ഹിയറിംഗ് ഉണ്ടായിരുന്നത്. സോ ഹിയറിംഗിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ഓക്കെ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം 2 ആഴ്ചക്കുള്ളിൽ സംഭവം സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതിന് പകരം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗപ്പൂർ കോർട്ട് സിംഗപ്പൂരിനകത്ത് നമുക്ക് ഇന്ത്യയിൽ FIU രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ഉണ്ട് എന്ന് പറയില്ല. കാരണം FIU രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചസിന് മാത്രമാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. മീൻസ് അല്ലാതെ എക്സ്ചേഞ്ചസ് ഉണ്ട്, ബട്ട് എന്നാലും ഒരു FIU എന്നുള്ള റെഗുലേഷൻ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂലാണ്. പക്ഷേ സിംഗപ്പൂർ നമ്മളെക്കാട്ടിലും കുറച്ചും കൂടി സ്റ്റേൺ ആണ്. കാരണം അവരുടെ MAS എന്ന് പറഞ്ഞ ലൈസൻസ് ഉണ്ട്. MAS തന്നെയാണ് പേര് തോന്നുന്നു. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിന് MAS എന്നാണ് പേര്. അത് അവരുടെ ലൈസൻസ് ആണ്, ക്രിപ്റ്റോ ലൈസൻസ് ആണ്. ഏതൊരു ക്രിപ്റ്റോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ആ ലൈസൻസ് നമ്മൾ ഉണ്ടാക്കണം. സിംഗപ്പൂരിൽ വയ്ക്കണം, ആ ലൈസൻസ് നമുക്ക് കിട്ടണം, എന്നാൽ മാത്രം ഇവിടെ പ്രവർത്തിക്കാൻ പറ്റൂ. ഇപ്പോൾ ദുബായിലൊക്കെ ബൈനാൻഷ്യൽ ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിലും ഉണ്ട്. അപ്പോൾ ആ MAS ലൈസൻസ് ഇവർക്കില്ല. അപ്പം ഈ കേസ് കൊടുത്തു. ഇപ്പം അവർ സിംഗപ്പൂർ കൊണ്ടുവന്ന MAS ലൈസൻസ് ഇല്ലാത്ത എല്ലാ ക്രിപ്റ്റോ ബിസിനസ്സും ജൂൺ 30 സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് അവർ റൂള് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഇതിപ്പം ഈ ഒരു റൂളിംഗ് പാസ്സാക്കിയാലും ജൂൺ 30 മുമ്പ് ഇവർ ഇവിടെ തന്നെ പ്രവർത്തിക്കും. കാരണം ഇതിപ്പം പറയുന്നത് സിംഗപ്പൂരിലെ കമ്പനിയാണെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. കാരണം ഇന്ത്യൻ കമ്പനി ആയിരുന്നു. പക്ഷേ കേസ് ഇങ്ങനെ ഹാക്ക് വന്നപ്പോൾ ഒറ്റയടിക്ക് ഒരു സിംഗപ്പൂർ കമ്പനിയാക്കി. അപ്പം സിംഗപ്പൂർ കമ്പനി കോടതി നോക്കുമ്പം ആവശ്യമുള്ള തെളിവുകൾ ചോദിച്ചു, അതൊക്കെ കൊടുത്തു. അതിനുശേഷം നോക്കുമ്പം 30-ാം തീയതി വരെയാണ് ഇവർക്ക് ഈ സിംഗപ്പൂരിൽ പ്രവർത്തിക്കണം എന്നുള്ളത്. സിംഗപ്പൂർ രജിസ്റ്റർ ആയിട്ടുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ, ക്രിപ്റ്റോൻ്റെ കമ്പനിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് വേണം, അവിടുത്തെ MAS ലൈസൻസ് അക്വയർ ചെയ്യണം. പക്ഷെ അവർ MAS ലൈസൻസ് ഇല്ല. അപ്പം കോർട്ട് ചോദിച്ചു നിങ്ങളിപ്പം സിംഗപ്പൂർ കമ്പനിയാണെന്ന് പറയുന്നില്ല, അപ്പോൾ MAS ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടോ, അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് ചോദിച്ചപ്പം അപ്പോഴാണ് ഇവർ പുതിയൊരു സാധനം എടുത്തിരുന്നത്. അത് 3 മാസം മുൻപ് ഇവർ പ്രീ പ്ലാൻ ചെയ്താണ്. അപ്പം നമ്മളെ പറ്റിക്കുന്ന പോലെ കോടതിയെ പറ്റിക്കാൻ നോക്കിയപ്പോൾ കോടതി ആ കേസ് ഡിസ്മിസ് ചെയ്ത് വിട്ടു. ഇനി നോക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞത് പുതിയൊരു കമ്പനി പനാമ രാജ്യത്ത് ഇവർ പറയുന്നത് ഞങ്ങൾ എന്തായാലും സിംഗപ്പൂർ ഞങ്ങൾക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് സിംഗപ്പൂർ ലൈസൻസിൻ്റെ ആവശ്യമില്ലാത്തത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പനാമയിൽ സെൻസൂയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. 3 മാസം മുമ്പ് ഇവർ പ്രവർത്തനം ആരംഭിച്ചു പനാമയിൽ. അപ്പം ഞങ്ങൾ ഈ ക്രിപ്റ്റോ കേസൊക്കെ സെറ്റായി ഞങ്ങൾ നേരെ ഈ കമ്പനി നേരെ പനാമയിൽ കൊണ്ടുപോയിട്ട് അവിടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഇവർ എടുത്തൊഴുക്കി പറയണത്. എങ്ങനെയുണ്ടെന്ന് ആലോചിച്ചു. കാരണം ഇത് കോടതിക്ക് ഇപ്പം ഫ്യൂച്ചർ എന്നുള്ള രീതിയിലല്ല, അവർ 3 മാസം മുൻപേ ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കോടതി എവിടെ ആരാ, മറ്റേ ബാലഭരണം പൊട്ടണമെന്ന് പറയില്ലേ, കോടതി പൊട്ടണം. അപ്പോൾ നമ്മളെ പറ്റിക്കുന്ന പോലെ കോടതിയെ പറ്റിക്കാൻ പറ്റുമോ? പനാമയിൽ നടക്കുന്ന കമ്പനിക്ക് വേണ്ടി സിംഗപ്പൂരിൽ എന്തിനാണ് ഇവർ കേസ് നടത്തുന്നത്? അപ്പം ഇവർ ഫുൾ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലാണ് കോടതിക്ക് തോന്നിയത്. കോടതി ഈ കേസ് സംഭവിച്ചില്ല. കാരണം സിംഗപ്പൂർ രജിസ്റ്റർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ, സിംഗപ്പൂരിൽ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ, ഈ സിംഗപ്പൂരിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ MAS ലൈസൻസ് എന്ന് പറഞ്ഞാൽ ജൂൺ 30 മുമ്പ് വേണം. പക്ഷേ ജൂൺ 30 മുമ്പ് എന്താണ് പ്രൊസീഡിംഗ് എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്നില്ല, ഞങ്ങൾ ഇന്ത്യയിലും പ്രവർത്തിക്കുന്നില്ല, ഞങ്ങളുടെ കമ്പനി സെൻസൂയി എന്ന് പറഞ്ഞൊരു പുതിയ കമ്പനി പനാമയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അവിടെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ള രീതിയിൽ. അപ്പം കോടതി വേറൊന്നും പറഞ്ഞില്ല, എന്നാൽ ശരി നിങ്ങൾ എവിടെ വെച്ച് പോയിക്കോ, നമുക്ക് ഇതിനൊരു ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവർ കേസ് ഇതാക്കി പോയി.
അപ്പം എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള യൂസേഴ്സിന് പണി കിട്ടിയെന്ന് തന്നെ പറയാം. ഫണ്ട് അതിനകത്ത് കുടുങ്ങിയ ആൾക്കാർ, കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കേണ്ടായിരുന്നു. 10 ലക്ഷം 15 ലക്ഷം ഒക്കെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു ചെറിയ ആശ്വാസം എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഈ ഹാക്ക് നടന്ന സമയത്ത് ഒരുപാട് ലീഗൽ ആക്ഷൻസ് ഈ നിശ്ചൽ ഷെട്ടിക്കൊക്കെ വന്നിരുന്നു. നിശ്ചൽ ഷെട്ടിക്ക് ഒരുപാട് ലീഗൽ ആക്ഷൻസ് ഒക്കെ വന്ന ടൈമിൽ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ സംഭവം ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ, ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്ന സമയത്ത് ഇവർ മൊറട്ടോറിയം എന്ന് പറഞ്ഞിട്ട് ഒരു 6 മാസത്തേക്ക് ചോദിച്ചത്. കാരണം ആ മൊറട്ടോറിയം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു തരത്തിലുള്ള കേസസും ഇവർക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിലൊരു കേസും വെസറെക്സിനെതിരെ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അസാധുവായി പോകും, കാരണം മൊറട്ടോറിയം ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊറട്ടോറിയത്തിൻ്റെ കാലാവധി ഈ വരുന്ന ജൂൺ 6, അതായത് മറ്റന്നാളത്തോടുകൂടി കഴിയാണ്. അത് ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തു. 6 മാസം എന്ന് പറഞ്ഞവർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വീണ്ടും കൊടുത്ത ഡേറ്റ് ആണ് ഈ ജൂൺ 6 എന്ന് പറയുന്നത്. സോ ഈ ജൂൺ 6 എന്നുള്ള മൊറട്ടോറിയം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ആണ് ജൂൺ 6 എന്ന് പറഞ്ഞാൽ, അതിന് ശേഷം നമുക്ക് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ടായിട്ടും വെസറെക്സിന് നല്ല രീതിയിൽ അറ്റാക്ക് വരും. നല്ല രീതിയിൽ അവർക്ക് കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ലീഗലായിട്ട് പല സ്ഥലത്തു നിന്നും കേസുകൾ വരും. ഇപ്പം തന്നെ നമ്മളുടെ കേരളത്തിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കാരണം വലിയൊരു എമൗണ്ട് തന്നെയാണ് അവർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം മൊറട്ടോറിയം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി വെസറെക്സ് എന്ത് പറഞ്ഞിട്ട് ഇതാകുന്നറില്ല. ഇനി അടുത്ത വെസറെക്സിന് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു കേസ് ഒരു കോടതി സെറ്റാക്കില്ല തന്നെ വേറെ ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് പോകും. അതുപോലെ സിംഗപ്പൂരിൻ്റെ വേറെ ലെവലിലേക്ക് അപ്പീലിൽ പോകുന്നതാണ് ഇവർ പറയുന്നത്. ബട്ട് എനിവേ നമ്മുടെ പൈസയുടെ കാര്യം ഒരു തീരുമാനമായിട്ടില്ല. ഇനിയിപ്പം കൂടുതൽ ലീഗൽ ആക്ഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ആയിട്ട് പോണ പോലെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ ഫണ്ട് തിരിച്ച് കിട്ടുന്ന പോലെ ഒരു ഡേറ്റ് വരും. ബട്ട് സ്റ്റിൽ ടൈം വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. മിനിമം ഒരു 6 മാസമെങ്കിലും എടുക്കുന്നതാണ് തോന്നുന്നത് ഈ പോക്ക് പോവുകയാണെങ്കിൽ. ഇനിയിപ്പം അപ്പീലിന് ശേഷം എന്തൊക്കെ സംഭവം വരുമെന്ന് ഒരു ഐഡിയ ഇല്ല. സംഭവം സത്യം പറഞ്ഞാൽ നമ്മൾ തേഞ്ഞു അങ്ങനെ തന്നെ പറയാം. കാരണം ഇവരിങ്ങനെ നമ്മളെ പറ്റിച്ച പോലെ ഓരോ സംഭവം, ഈ സെൻമൈ എന്ന് പറഞ്ഞ കമ്പനി സെറ്റൈ ആണെന്നുള്ളത്, സെറ്റൈ സിംഗപ്പൂർ കമ്പനി ആണെന്നുള്ള ഹാക്ക് നടന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. ഫുൾ ഉടായ്പ് മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. അതെന്താ നിങ്ങൾക്കറിയാം, ഓരോ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്യാണ്ട് ഞാൻ ലൈവായിട്ട് വന്നത് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കിട്ടുമായിരിക്കും. പക്ഷെ അത് ഇവർ ഓരോ ഈ പറഞ്ഞ നമ്മളെ പറ്റിക്കുന്ന പോലെ കോടതിയെ പറ്റിച്ച് സമ്മതിക്കില്ലല്ലോ, കോടതി സമ്മതിച്ചില്ലല്ലോ. അപ്പം കോടതി ദേഷ്യപ്പെട്ടു, കോടതി കേസ് ഡിസ്മിസ് ചെയ്തു. സിംഗപ്പൂരിൽ നിന്ന് ആ കോടതി ഡിസ്മിസ് ചെയ്തു. കാരണം സിംഗപ്പൂർ പ്രവർത്തിക്കാത്ത ഒരു കമ്പനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവർ സിംഗപ്പൂരിൽ ഇത് കൊടുക്കണേ? അവരുടെ കോടതി ന്യായമായിട്ടുള്ള കാര്യമല്ലേ ചോദിച്ചത്? ഇങ്ങനെയൊക്കെയാണ് ഇപ്പം വെസറെക്സിൻ്റെ സംഭവം ഉണ്ടാക്കുന്നത്. വീണ്ടും വീണ്ടും പഴയ പോലെ ഉടായ്പകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താവും എന്നൊരു പിടിയില്ല. അപ്പം ഇതാണ് വെസറെക്സിൻ്റെ അപ്ഡേറ്റ് പുതുതായിട്ട് വന്നേക്കുന്നത്. നമുക്ക് നല്ലൊരു അപ്ഡേറ്റ് അല്ല, എനിവേ ഭയങ്കര മോശമായിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ്. ആരാണ്? ഷറഫ്. ഹായ് ഷറഫ് ദേശമംഗലം. ഹായ് ബ്രോ. ദേശമംഗലം ഇത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് എവിടെയാണ് ദേശമംഗലം സ്ഥലം? പാലക്കാടെങ്ങാനാണോ? പാലക്കാട് ദേശമംഗലം ഉണ്ട്, അതാ ചോദിച്ചത്. എനിവേ ബ്രോ, അപ്പോൾ ഇതൊക്കെയാണ് വെസറെക്സിൻ്റെ അപ്ഡേറ്റ്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനിയിപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്നത്. കാരണം എനിക്കിതിപ്പോൾ റെക്കോർഡ് ചെയ്ത് വീണ്ടും ഇതൊക്കെ ആകുമ്പോൾ വീണ്ടും മേ ബി നാളെ വർക്ക് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത് നാളെ വൈകുന്നേരം വരെ കിട്ടുന്നുള്ളൂ. ഇത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് നേരിട്ട് ഒരു ലൈവിൽ തന്നെ വന്നിട്ട് റെക്കോർഡ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതാണ് മേജർ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വെസറെക്സിനെ പറ്റി ഉണ്ടായത്. വീണ്ടും കേസ് മാറി. ഇപ്പോൾ അവർ പുതിയൊരു കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഒരു കേരള കമ്മ്യൂണിറ്റി അൺഫെമിലിയർ ലൂസ്. ഈ വർഷം കിട്ടുമോ ബ്രോ? അതാ പറഞ്ഞത്. ഇനിയിപ്പം ഒരു 6 മാസം മിനിമം എടുത്തോ. ആ കേരള കമ്മ്യൂണിറ്റി മാത്രമല്ല ബ്രോ, എല്ലാ കമ്മ്യൂണിറ്റിയും. ഇനിയിപ്പം നമുക്ക് 6-ാം തീയതി ഇപ്പം വലിയ ഫണ്ടുള്ള ആൾക്കാർ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. 10 ലക്ഷം 12 ലക്ഷമൊക്കെ $8,000-10,000 വെസറെക്സിനകത്ത് കുടുങ്ങിയെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. സോ അവരൊക്കെ ഒന്നും നോക്കണ്ട, നേരെ പോയിട്ട് ഫയൽ ചെയ്യുക. ഇനിയിപ്പോൾ 6-ാം തീയതി കഴിഞ്ഞാൽ ഏതൊക്കെ കോർട്ടിനകത്ത് പോകാൻ പറ്റും അവിടെയൊക്കെ ഫയൽ ചെയ്യുക. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അറ്റ്ലീസ്റ്റ് ഈ എക്സ്ചേഞ്ച് ബാങ്കറപ്റ്റായി പോട്ടെ. ബാങ്കറപ്റ്റ് എന്നുള്ള രീതിയിലല്ല, നമുക്ക് പൂട്ടിപ്പോയി എന്നുള്ള രീതിയിൽ ലീഗലായിട്ട് നിയമം കൊണ്ടുവന്നാൽ തന്നെ ബാക്കിയുള്ള ഫണ്ട് കൊടുക്കും. ഇപ്പം മൗണ്ട് ഗോക്സ് വൺ എക്സ്ചേഞ്ച് ഒക്കെ അങ്ങനെയാണല്ലോ. പൂട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പം ബാങ്കറപ്റ്റ് ആയെന്ന് കാണിച്ചപ്പോൾ നമ്മൾ ഫണ്ട് കൊടുക്കേണ്ടി വരും. FX ടീം എന്ന് പറയുന്നത്, സോറി FTX പൂട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഫണ്ട് കൊടുക്കേണ്ടി വന്നില്ലേ? സോ അത് അധികം സമയം എടുക്കില്ല. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് അപ്പോൾ ഫണ്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയിലുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഫണ്ട് കിട്ടുന്നതാണ് മൊത്തത്തിൽ പ്രശ്നമാണ്. തൃശ്ശൂർ. ഓക്കെ തൃശ്ശൂർ. ഓക്കെ ബ്രോ, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ, അതാ ചോദിച്ചത്. ഏകദേശം ബ്രോ ഇപ്പോൾ കറൻ്റ്ലി പറയുകയാണെന്ന് വെച്ചാൽ എന്താണ് എന്തിനു വേണ്ടിയാ? അതാണ് കാരണം. ഇവർ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ഉള്ള പൈസ കൊടുത്തറിയും. ഇവർ കേസ് ഒന്നും ഇല്ലാണ്ട് ബാക്കിയില്ലെങ്കിൽ ഇവർക്ക് കേസ് ലീഗലായിട്ട് പോയാൽ മതി. അത് നമ്മളെ ആക്കുക, നമ്മളെ പണിയെടുക്കുക. അപ്പം ബ്രോ നേരത്തെ അയച്ച മെസ്സേജ് പോലെ അതേ പരിപാടി തന്നെ ചെയ്യണത്. ഇത് കോടതി ചെയ്യാൻ നോക്കിയപ്പോൾ കോടതി വിടും. കോടതി നൈസായിട്ട് പണി തിരിച്ചു കൊടുത്തു. പണി കൊടുത്തു എന്ന് പറഞ്ഞാൽ കോടതി കൊടുത്തു, നമുക്കാണ് പണി. ഒന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് നമ്മൾ മലയാളികൾ എത്ര പേര് വീഡിയോ കാണുന്ന എത്ര പേര് ചെയ്യുന്ന അറിയില്ല. ബട്ട് എന്തായാലും ഇന്ത്യയിലുള്ള
വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മളും കുറേ പേര്, ഞാൻ സത്യം പറയാൻ മുൻപ് പറഞ്ഞിട്ട് വെസറക്സിനകത്ത് വല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഡൽഹിയിലൊക്കെയാണ് കുറേ കേസ് ഓൾറെഡി വെസറക്സിന്റെ പേരിലുള്ളത്. പക്ഷെ അവർക്കെതിരെ ലീഗലായിട്ട് നല്ലൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ മൊറട്ടോറിയം എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്കറിയാലോ, കൊറോണ സമയത്ത് മൊറട്ടോറിയം വന്നപ്പം ആ സമയത്ത് ലോൺ അടച്ചില്ലെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതൊരു എന്തൊരു ബ്രീത്തിങ് സ്പേസ് എന്ന് പറയും, അതാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേ സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആ മൊറട്ടോറിയത്തിന്റെ കാലാവധിയും ഈ പറഞ്ഞ 6-ാം തീയതി, അത് മറ്റന്നാളത്തോടു കൂടി തീരും. അതിനുശേഷം എന്താ ഉണ്ടാവുക, എങ്ങനെ ഉണ്ടാവുക എന്നറിയില്ല. ഇനി വെസറക്സ് അടുത്ത സംഭവം എന്താ കൊണ്ടുവരാൻ ദൈവത്തിനറിയാം. എന്തായാലും ഈ പോക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല ബ്രോ. കേസ് കൊടുത്ത ആൾക്കാരുണ്ട്. ബട്ട് ഇപ്പൊ കേസ് കൊടുത്തതിന് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് എഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം ഇത്രയും കാലം അവർക്ക് മൊറട്ടോറിയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്താലും അവർക്കെതിരെ ലീഗലായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബ്രോ കൊടുക്കാൻ പോണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഇനി റിസൾട്ട് വരുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഈ ഒരു സത്യം പറഞ്ഞാൽ വലിയൊരു അടിയാണ്. കാരണം ഒരു പുതിയൊരു ഓരോ കമ്പനികൾ വെറുതെ ഉണ്ടാക്കുന്നത്. സെൻസൂയി അത്ര ഏതാണ് ഈ സെൻസൂയി ഒക്കെ, അത് കോടതി അടുത്ത് വരെ പറഞ്ഞിട്ടില്ല. ഇവർ തുടങ്ങുകയാണെന്ന് നമ്മുടെ ഫണ്ട് എടുക്കണു, ഡെക്സ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് വേറെ കമ്പനി പനാമയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഇവർ എന്തെങ്കിലും പറഞ്ഞു, അത് പറഞ്ഞില്ല. ഇതൊക്കെ ഓരോന്നോരോന്ന് ചോദിക്കുമ്പോഴാണ് ഫുൾ ഉടായ്പ പരിപാടിയാണ് നടത്തുന്നത്. പനാമയിൽ അല്ല, പനാമയിൽ ഇപ്പോൾ ലൈസൻസ് വേണ്ട, അതാണ് മെയിൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ FI രജിസ്ട്രേഷൻ വേണം. ഇപ്പോൾ സിംഗപ്പൂരാണെങ്കിൽ MAS എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ വേണം. കൂടുതൽ എല്ലാ രാജ്യങ്ങളിലും റെഗുലേഷൻസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ അടുത്ത പനാമയിൽ കൊണ്ടുപോകണം. സിംഗപ്പൂർ കോർട്ടിൽ പോയിട്ട് ഞങ്ങൾ പൈസ കൊടുക്കുകയാണ്, ഞങ്ങളുടെ കമ്പനി ഇതാണെന്ന് പറയുമ്പോൾ ഓക്കെ നിങ്ങളുടെ കമ്പനി ഇവിടെയാണല്ലോ, അപ്പോൾ നമുക്കറിയാം ഈ ജൂൺ 30-ാം തീയതി ലൈസൻസ് കിട്ടണം, അപ്പോൾ ആ ലൈസൻസ് എടുക്കാൻ എന്താ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ അതിനിവിടെ പ്രവർത്തിക്കുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇവിടുത്തെ നിയമം വേണം. ഇന്ത്യയിലെ നിയമം കൊണ്ടുവന്നാൽ നല്ല പണി കിട്ടുമെന്ന് അറിയാം. പക്ഷേ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു തേങ്ങയും ചെയ്യില്ല, അവർക്ക് ടാക്സ് മാത്രം മതി. അത് വേറെ കാര്യം, അത് വേറൊരു വിഷയം. കാരണം എന്തുണ്ടെങ്കിലും ഗവൺമെന്റ് ഈ ഒരു കേസ് എടുത്താലും ഭയങ്കര റിസ്ക് ആണെന്ന് പറഞ്ഞു എന്നുള്ള രീതി മാത്രമേ അവർ പറയുന്നുള്ളൂ. മൊത്തം സീനാണ് ബ്രോ. കേസ് കൊടുക്കേണ്ടവരൊക്കെ കൊടുക്കുക. വലിയ എമൗണ്ട് ഞാൻ പറയാലോ, ഇപ്പോൾ ഒരു 1 ലക്ഷത്തിന് താഴെ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ നടന്നാണ് നമ്മളൊരു പരിപാടി. അപ്പോൾ വലിയൊരു എമൗണ്ട് അതിനകത്ത് കുടുങ്ങി കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേസ് ഫയൽ ചെയ്തോ. ഞാൻ പറഞ്ഞു 1 ലക്ഷത്തിന് താഴെ എന്ന് പറയാൻ കാരണം നമ്മൾ ഇതിന്റെ 100 ചാല അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുമ്പോൾ അതിന് നമുക്ക് എക്സ്ട്രാ ചിലവ് വേറെ പോകും. അപ്പം നമുക്ക് തീരെ അഫോർഡബിൾ, നമുക്ക് തൽക്കാലത്തേക്ക് ക്ഷമിക്കാൻ പറ്റുന്ന പ്രൈസാണ് നിങ്ങളുടെ അടുത്ത് കുടുങ്ങി കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. അല്ല വലിയൊരു എമൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസിന് പോയിക്കുക. കാരണം കേസിന് പോയാൽ അറിയാലോ, കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വട്ടം കൊണ്ടൊന്നും തീരില്ല, പല വട്ടം നമ്മളതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പം അതിന് വേറെ എക്സ്പെൻസ് നമുക്ക് കൂടിയിട്ട് വക്കീൽ അങ്ങനെ കുറേ പോകും. അപ്പോൾ അതൊക്കെ എക്സ്ട്രാ ചിലവാണ്, നമ്മുടെ നിന്ന് പോണതാണ്. ഇതൊന്നും അല്ലാണ്ട് വലിയൊരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗായിട്ട് മൂവ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. എന്തായാലും 6-ാം തീയതിക്ക് ശേഷം ആ ഒരു സംഭവം വരുന്നുണ്ട്. കോടതിയിൽ പോയാൽ ഡയറക്റ്റ് ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കാണും ബ്രോ. നമുക്ക് ഒരുപാട് അഡ്വക്കേറ്റ്സ് ഉണ്ടല്ലേ, അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്ലിയർ ആയിട്ട് പറയും, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, ഒരുപാട് കേസ് അവർക്കറിയാം, ഈ അഡ്വക്കേറ്റ്സിനൊക്കെ അറിയാം. ജസ്റ്റ് അവരൊന്ന് പറഞ്ഞ് ഈ ഒരു വക്കീലിനെ പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അവരെന്നെ പറഞ്ഞു തരും എന്താണ് ഇതിന്റെ കാര്യങ്ങൾ. കാരണം അവരൊന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഇഷ്ടക്കണക്കിന് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് വെസറക്സിന്റെ പേരിൽ. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുക. കാരണം നമ്മളങ്ങനെ ഫണ്ട് ഇട്ടായിരുന്നു, ഹാക്ക് ചെയ്തു, അവർ ഇതുവരെ തന്നിട്ടില്ല, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീട്ടുകയാണ്, ഫണ്ട് തിരിച്ചു കിട്ടണം, കള്ളത്തരങ്ങൾ പറയാനുള്ള രീതിയിൽ നമ്മൾ പറയാം. നമുക്ക് എന്താണോ നമ്മുടെ പ്രശ്നം, നമ്മുടെ ഫണ്ട് അവിടെ കിടക്കുകയാണ്, ഇന്ത്യൻ എക്സ്ചേഞ്ചാന്ന് പറഞ്ഞാൽ തുടങ്ങിയത്, നമ്മുടെ KYC എല്ലാം കഴിഞ്ഞ് ഫണ്ട് ഇട്ടു. ഇപ്പം നമ്മുടെ നിന്ന് ഒരാൾ പൈസ വാങ്ങി പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, കേസ് എങ്ങനെ കൊടുക്കുക. അതേ രീതിയിൽ ഒരു എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിൽ ഒരു കമ്പനി നമ്മളെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ ചെയ്യുക. വക്കീലിൻ്റെ അടുത്ത് പോയി സംസാരിക്കുക. അപ്പം വക്കീൽമാർക്ക് അറിയാം. കാരണം ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ, ഞാൻ അറിഞ്ഞതിൽ കേരളത്തിൽ തന്നെ ഒരുപാട് കേസസ് ഇതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് നിങ്ങളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ബട്ട് ഞാൻ പറയണത്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഓൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി, നിങ്ങളായിട്ടൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ മേ ബി നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വന്നിട്ട് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്താലും ഓക്കെയാണ്. നിങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിറ്റി ഓൾറെഡി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരുപാട് വെസറക്സിന്റെ ഈ ഫേക്ക് ഇതിൽ സ്കാമിൽപ്പെട്ട ഒരുപാട്, സ്കാം തന്നെ പറയാൻ വേണമെങ്കിൽ ഈ ഹാക്കിൽപ്പെട്ട് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ. അപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഉണ്ടെന്നാണ് പ്രതീക്ഷ. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാമിൽ പറയാം. അങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി. ഇത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് കോടതിയിൽ ഒരു വക്കീലിനെ കാണുക. 6-ാം തീയതി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമാണ്. നിങ്ങളുടെ വലിയൊരു എമൗണ്ടാണ്, തീർച്ചയായിട്ടും പോകണം. കാരണം വേറെ എന്ത് ചെയ്യാനാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് കിട്ടുന്ന ഭയങ്കര കഷ്ടപ്പെട്ടാണ്. ഇവർക്ക് തോന്നിയ പോലെ ബിസിനസ് തുടങ്ങുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ. ഇതാണ് അവസ്ഥ. പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട് ബ്രോ? ഇത് പെട്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈവിന് പോണത്. എസ്പെഷ്യലി ഇങ്ങനെ ഒരു ലൈവിന് ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പം ഇത് ഞാൻ സത്യം പറഞ്ഞാൽ കിടക്കാൻ പോയിരുന്നു, അപ്പോഴാണ് ഈ ന്യൂസൊക്കെ കണ്ടത്. അപ്പോൾ എന്താ സംഭവം എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവം വന്നു. അപ്പോൾ അതന്നെ ഇങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്ത് വീണ്ടും അപ്ഡേറ്റ് ഒക്കെ ചെയ്യുമ്പോഴേക്കും വീണ്ടും ഒരുപാട് സമയമാവും. അപ്പം ഓക്കെ ഗൈസ്, അപ്പം ഇതുപോലത്തെ ലൈവ് എന്തെങ്കിലും ഫ്ലാഷ് ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ലൈവിൽ വന്ന് പറയാം. നിങ്ങളൊരു പ്രോപ്പർ ടൈം പറയുന്ന ആ ടൈമിൽ തന്നെ വന്ന് പറയാം. ഹായ് അരുൺ ബ്രോ, നമസ്കാരം. ലൈവിൽ ഇപ്പോഴാണ് ജോയിൻ ചെയ്തതെന്നുള്ളത് നമ്മൾ വെസറക്സിനെ കുറിച്ച് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്, എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത്. അത് അന്വേഷിക്കാനാണെന്നുണ്ടെങ്കിൽ
അപ്പം ഇതൊക്കെ തന്നെയുള്ളൂ പറയാൻ. അപ്പം വേറെ ഒന്നുമില്ലെങ്കിൽ ഞാൻ ലൈവ് കട്ട് ചെയ്യാണ് ബ്രോ. അപ്പോൾ എല്ലാവർക്കും ഗൈസ് ഗുഡ് നൈറ്റ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം ആകെ ശോകം പിടിച്ചിരിക്കുന്ന സമയത്ത് ഹാപ്പി ഇൻവെസ്റ്റിംഗ് ഒന്നും പറയാൻ പാടില്ല. ബട്ട് അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ വേറൊരു ലൈവോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.